എല്ലാ മലയാളം മൂവീസും ഞാൻ കാണാറില്ല. ഞാൻ നല്ല അഭിപ്രായമുള്ള സിനിമകളെ കാണാറുള്ളൂ. കാരണം കുറേയൊക്കെ മലയാളം സിനിമകൾ കണ്ട് ജീർണിച്ചു പോയൊരു മനസ്സാണ് എനിക്കുള്ളത്. സോ ഞാൻ ഈ വർഷം കണ്ട ഫസ്റ്റ് സിനിമ തുടരുവാണ്. തുടരും കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു കിടിലം പടമെന്ന് പറഞ്ഞ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ പടക്കളം കാണാൻ പോയത്. പടക്കളത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ വിജയ് ആൻ്റണിയുടെ ഒരു മാജിക്, അല്ലെങ്കിൽ പുള്ളി എങ്ങനെയാണ് ഇത്ര നല്ല സ്ക്രിപ്റ്റൊക്കെ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അത്ഭുതപ്പെടുത്തി. കാരണം സ്ക്രിപ്റ്റിനകത്താണ് ആ സിനിമ ഫുള്ള് പോകുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോറി, പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, അതിനകത്ത് ഒരു സീറോ ലാഗ് ഇല്ലാതെ നല്ലൊരു ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു സൈഫൈ മൂവിയാണ്. സൈഫൈ മൂവി ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് ഇതാദ്യമായിരിക്കും മലയാള സിനിമയിൽ. സോ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറേ പോയിന്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സുരാജ് വെഞ്ഞാറമൂടിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പണ്ട് നമ്മുടെ കൊച്ചിലെ കണ്ടിട്ടുള്ള, അല്ലെ എൻ്റെ കൊച്ചിലെ കണ്ടിട്ടുള്ള നമ്മുടെ ദാമു, ആ ടൈപ്പ് സുരാജ് വെഞ്ഞാറമൂട് ആക്ഷൻസ്, ആ കോമഡിയൊക്കെ ഉള്ള സുരാജ് വെഞ്ഞാറമൂട്, ആ പുള്ളി എന്തായാലും കുറേ നാളത്തെ കാണാതെ പോയിട്ട് ഇപ്പം കെട്ടിയിട്ടുണ്ട്. അത് കളിക്കളം എന്ന സിനിമയിലാണ് കിട്ടിയിരിക്കുന്നത്. അത് പറഞ്ഞോട്ടെ, കാരണം ഒരു രക്ഷയില്ലാത്ത പഴയ അതേ ആക്ടിങ്. ചിരിച്ച് ചത്തുപോയി. അതിനകത്തൊരു മറ്റേ ഷറഫുദ്ദീനെ ഇടിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. ആ ഒരു സീൻ ഇടിച്ചിട്ട് തിരിച്ചു ഇറങ്ങി ഓടുന്നൊരു സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഞാനും എൻ്റെ വൈഫും കൂടെ ഇന്ന് ചിരിച്ച് കയ്യിൽ നിന്ന് പോയെന്ന് പറയണം. അതുപോലെയാണ് ഞങ്ങൾ എൻജോയ് ചെയ്ത സിനിമ. പിന്നെ സന്ദീപ് എന്ന് പറഞ്ഞൊരു പുതുമുഖനല്ല, വേറെ കുറേ സിനിമകളിലുണ്ടെങ്കിലും പുള്ളിയുടെയൊക്കെ ഒരു അപ്പാൻ ആക്ടിങ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും 2 ട്രാൻസ്ഫോർമേഷൻ കാണിക്കുക. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത ആക്ടിങ് ആയിട്ട് തോന്നി. പിന്നെ സ്റ്റോറിയാണ് ഫുള്ളായിട്ടുള്ളത്. സ്റ്റോറി ഒരിക്കലും ഞാൻ പറഞ്ഞ നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. എന്തായാലും പടം കണ്ടാൽ മാത്രമേ ആ സ്റ്റോറിയുടെ ഡെപ്ത് അല്ലെങ്കിൽ എത്ര സെറ്റപ്പായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത് മനസ്സിലാകുള്ളൂ. ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മനു എന്ന് പറയുന്നൊരു ഡയറക്ടറാണ്, പുതിയ ഡയറക്ടറെ തോന്നുന്നു. ഞാൻ വേറെ സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. പുള്ളി ഡയറക്ഷൻ എന്തായാലും സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത ഡയറക്ഷനാണ്. കിട്ടില്ല, ഒരു ബോറടിയില്ല. ഒരു നവാഗതനായ ഒരു ഡയറക്ടറിന്റെ സിനിമയാണെന്ന് പറയത്തില്ല. നല്ലൊരു തെളിഞ്ഞ ഡയറക്ടറിന്റെ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ സുരാജ് വെഞ്ഞാറമൂട് തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് പിന്നെ ആദ്യമേ ഷറഫുദ്ദീൻ്റെ ചളിയൊന്നും ഇല്ലാത്ത ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ് എന്ന് തോന്നി, സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാന്ന് തോന്നി. പക്ഷെ പെട്ടെന്ന് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഷറഫുദ്ദീൻ പഴയ നമ്മുടെ ഒരു പ്രേമം വൈബിലോട്ടൊക്കെ പോകും. പഴയ തഗ്ഗും അല്ലെങ്കിൽ ഒരു കുറേ സാധനങ്ങളുണ്ടല്ലോ പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള കോമഡീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടെ ചേർത്തിട്ടൊരു അവിയൽ പരുവത്തിൽ പുള്ളി എന്താണ് ഷറഫുദ്ദീൻ എന്നുള്ളത് സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ പുള്ളി ഭയങ്കര ദുഷ്ടനായ ഒരു കഥാപാത്രം പോലെയാണ് പ്രകടമാകുന്നത്. ഇങ്ങനെ 3 പേരെ, അതായത് ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ സന്ദീപ് എന്ന് പറഞ്ഞ പയ്യന്റെ 3 പേര് ചുറ്റിപ്പറ്റിയാണ് സിനിമ പോകുന്നത്. മൊത്തത്തിൽ ഒരു ത്രില്ലിംഗ് സ്റ്റോറിയാണ്. അതിനകത്ത് നമ്മുടെ സാഫ് ബോയ് ഉണ്ട്, പിന്നെ അർജുൻ പ്രദീപോ, അതെ നമ്മുടെ കരിക്ക് ഭാസ്കർ പിള്ളച്ച ടെക്നോളജീസിനകത്തെ പയ്യനും ഉണ്ട്. അവരെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവരവരുടെ റോളുകൾ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കളിക്കളം ഇപ്പം നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്, ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. ഞാനും അപ്പോഴാണ് കണ്ടത്. കാരണം ഒബ്വിയസ്ലി ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട സിനിമ ചോട്ട മുംബൈയാണ്. വേറൊന്നും കൊണ്ടല്ല, പഴയ ഒരു നമ്മുടെ വൈബ് കിട്ടുന്ന ഒരു സിനിമ ചോട്ട മുംബൈയാണ്. നമുക്ക് കുറച്ച് ഓർമ്മകളുള്ള സിനിമയാണ്. അപ്പം അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്താ തിയേറ്ററിൽ പോയി കണ്ട ചോട്ട മുംബൈയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഈ അടുത്ത ടൈമിൽ കണ്ട ഒരു മലയാള സിനിമ നമ്മുടെ കളിക്കളമാണ്. എന്തായാലും സിനിമ നല്ല വിവിഡ് വൈബ് ആൻഡ് വെരി മച്ച് എന്റർടൈനിങ് ആയിട്ട് തോന്നി. ഒരു സെക്കൻഡ് പോലും ലാഗില്ല. എല്ലാവർക്കും കണ്ണും പൂട്ടിയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10ൽ ഒരു 9.5 കൊടുക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് സൂപ്പർ ത്രസിപ്പിക്കുന്ന അഡ്വഞ്ചറസ് ആയിട്ടുള്ള നല്ല കോമഡി വർക്കൗട്ട് ആയിട്ട്